രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, വലിയ ആരോപണം സർക്കാരിനെതിരെയും അധികൃതർക്കെതിരെയും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ സഹപാഠികളായ 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരു മലയാളി കൂടി അതിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഏതായാലും തുടരുകയാണ്. ഒരു തീരുമാനമുണ്ടാകാതെ ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികളുള്ളത്. നീതി വേണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. കാരണം ഈ സംഭവം മാത്രമല്ല, സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം പട്ടേൽ നഗർ ഈ രാജേന്ദ്ര നഗറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ 3 വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കരോൾ ബാഗിൽ സമാനമായ സംഭവം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മറുവശത്ത് രാഷ്ട്രീയ വിവാദവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സ്വാതി മരിവാൾ അല്പം മുമ്പ് അവിടെ എത്തിയിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ അവരെക്കെതിരെ പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. കാരണം ഇതിൽ രാഷ്ട്രീയം കൈകടത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു വിദ്യാർത്ഥികൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, ഇത്തരത്തിൽ ഡ്രെയിനേജ് സംവിധാനം വൃത്തിയാക്കാൻ ഡൽഹി സർക്കാർ തയ്യാറായില്ല എന്ന ആരോപണം ഒരു വശത്ത് BJP ഉന്നയിക്കുന്നു. മറുവശത്ത് ഈ കെട്ടിടം നിയമപരമാണോ എന്ന ചോദ്യം കൂടി ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് MCD തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെയും ബേസ്മെന്റിൽ ലൈബ്രറിയോ അത്തരത്തിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കില്ല. പക്ഷേ ഈ IAS കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിലായിരുന്നു ലൈബ്രറി. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമാണോ തുടങ്ങിയ കാര്യങ്ങൾ ആണ്, അത്തരമൊരു ചോദ്യങ്ങളാണ് വരുന്നത്. ഏതായാലും MCD ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഈ തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ MCDയുടെ മേയർ ഷെല്ലി ഒബ്രോ ഇതിനോടൊപ്പം തന്നെ MCD കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തുടരുകയാണ്. ഭവ്യ, തീർച്ചയായും അതാണ് സാഹചര്യം. എന്തായാലും കനത്ത മഴയെ തുടർന്ന് ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം എന്നുള്ള വാർത്ത രാവിലെ മുതൽ വന്നതാണ്. പക്ഷേ അപ്പോൾ ഏറ്റവും പ്രധാനമായ അതിൽ മരിച്ചതിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ്. ഇതിൽ എറണാകുളം സ്വദേശിയായ നവീൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് മലയാളിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി. കൂടുതൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് അവിടെ ദുരന്ത നിവാരണ സേനയടക്കം പരിശോധന നടത്തിയിരുന്നു. ഏകദേശം പരിശോധന പൂർത്തിയാവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വലിയ അണപൊട്ടിയ പ്രതിഷേധമെന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനമായി വലിയ നീതി കിട്ടിയേ മതിയാകൂ, ഇതിനൊരു ഉത്തരമാകുന്നത് വരെ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. അവിടെ എത്തിയ സ്വാതി മലിവാൾ MPക്കെതിരെ അടക്കം പ്രതിഷേധമുണ്ടായി. ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല, ഉത്തരം ലഭിച്ചേ മതിയാകൂ. ഡ്രൈനേജ് അതിന് വലിയ അനാസ്ഥ ഇതിന് പുറത്തുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഒപ്പം ഡ്രൈനേജ് പൊട്ടിയൊലിച്ചതാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. അതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, വലിയ വീഴ്ചയുണ്ടായി എന്ന കാര്യങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികൾ എണ്ണി പറയുന്നു. എന്തായാലും 3 മരണം സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ദാരുണമായ സംഭവം അതിൽ മലയാളി വിദ്യാർത്ഥി കൂടി ഉൾപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.